വിവ മരിയ. ദിവ്യകാരണ ഈശോയെ സ്വീകരിച്ച് ഉടനെ തന്നെ ദേവാലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരെ നാം കണ്ടിട്ടില്ലേ? അലക്ഷ്യമായി വന്ന് ഒരു വഴിപാടെന്നോണം ഈശോയെ സ്വീകരിക്കുന്നവരും നമുക്കിടയിലില്ലേ? എന്നാൽ സ്വർഗം നൽകിയ വിലപ്പെട്ട സമ്മാനത്തെ തിരിച്ചറിഞ്ഞവരാണ് അപ്പമായവനെ അനുഭവമാക്കിയവർ. രണ്ടാം ദിവസമായ ഇന്ന് വാഴ്ത്തപ്പെട്ട ഇമൽഡയുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. കുഞ്ഞ് താർസൂസിയസിനെ പോലെ ഇമൽഡയും ഇറ്റലിയിലാണ് ജനിച്ചത്. ചെറുപ്രായത്തിൽ തന്നെ സന്യാസ സഭയിൽ എത്തിച്ചേരുകയും ചെയ്തു. അവിടുത്തെ അവളുടെ ജീവിതം സന്തോഷം നിറഞ്ഞതായിരുന്നു. എന്നാൽ ഒരു കാര്യം അവളെ വല്ലാതെ സങ്കടപ്പെടുത്തിയുമിരുന്നു. എല്ലാ ദിവസവും രാവിലെ ദിവ്യബലിയിൽ പങ്കുചേർന്നുകൊണ്ട് നിരനിരയായി ചെന്ന് സിസ്റ്റർമാരെല്ലാം ഈശോയെ സ്വീകരിക്കുമായിരുന്നു. എന്നാൽ അവൾക്ക് അതിന് സാധിച്ചിരുന്നില്ല. കാരണം 12 വയസ്സാകാതെ ദിവ്യകാരണം സ്വീകരണം അനുവദനീയമായിരുന്നില്ല. ഈശോയെ, അങ്ങ് എന്നാണ് എൻ്റെ ഹൃദയത്തിൽ വരിക? ദുഃഖത്തോടെ എല്ലാ ദിവസവും അവൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കെ ഈശോയുടെ സ്വർഗാരോഹണ തിരുനാളായി. അന്ന് ആഘോഷകരമായ ദിവ്യബലിയിൽ പങ്കെടുത്തുകൊണ്ട് അവൾ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ജോസഫ് അച്ഛൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ഈശോയെ, നിന്നെ ആത്മീയമായെങ്കിലും സ്വീകരിക്കാൻ എന്നെ സഹായിക്കണമേ. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നിന്നെ സ്വീകരിക്കാൻ ഞാൻ ഏറെ ആഗ്രഹിക്കുന്നു. അപ്പോഴെന്ത് സംഭവിച്ചെന്നറിയാമോ? ഒരു വലിയ പ്രകാശം ദേവാലയം ആകെ നിറഞ്ഞു. കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ഇമൽഡ കണ്ടത് തൻ്റെ തലയ്ക്ക് മുകളിലായി ദിവ്യകാരുണ്യം ഉയർന്നു നിൽക്കുന്നു. ചുറ്റും കൂടി നിന്നിരുന്നവർക്ക് ഒരു കാര്യം മനസ്സിലായി. തൻ്റെ ജീവന് തുല്യം ദിവ്യകാരുണ്യനാഥനെ സ്വീകരിച്ചിരുന്ന ഇമൽഡയുടെ പ്രാർത്ഥന നാഥൻ കേട്ടിരിക്കുന്നു. അൾത്താരയിൽ നിന്ന് വൈദികനും ഇറങ്ങി വന്നു. അന്തരീക്ഷത്തിൽ നിന്നിരുന്ന ആ അപ്പമെടുത്ത് അവളുടെ നാവിൽ വെച്ചു കൊടുത്തു. സ്വർഗീയ അനുഭൂതി ചുറ്റും പരന്നു. അവൾ അത് സ്വീകരിച്ച് ഒരു പുഞ്ചിരിയോടെ കണ്ണുകൾ അടച്ചു. പിന്നീട് അവൾ കണ്ണു തുറന്നത് സ്വർഗത്തിൽ ഈശോയോടൊപ്പമാണ്. അതേ കൂട്ടുകാരെ, ദിവ്യകാരുണ്യനാഥനെ സ്വീകരിച്ച് മരിക്കാതിരിക്കാനാകുമോ എന്ന് ജീവിച്ചിരുന്നപ്പോൾ അവൾ ചോദിച്ചത് എത്ര ആത്മാർത്ഥമായിട്ടാണെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു.